ഹലോ കൂട്ടുകാരെ, നാളെ 2-2 പോർട്ടലാണ്. പോർട്ടൽ എന്നാൽ എല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾ ഡിവൈൻ ലൈറ്റുമായിട്ട് ഡയറക്റ്റ്ലി കണക്റ്റ് ആവാൻ ആയിട്ട് ഓപ്പൺ ആവുന്ന ഗേറ്റ് വേ, ആ ഒരു സമയമാണ് പോർട്ടൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏഞ്ചൽ നമ്പർ 2 അല്ലെങ്കിൽ നമ്പർ 2 എന്ന് പറയുന്നത് പോസിറ്റിവിറ്റിയുടെ നമ്പറാണ്, കംപ്ലീഷൻ്റെ നമ്പറുമാണ്. അപ്പോൾ നാളത്തെ പോർട്ടലിൽ ട്വിൻ ഫ്ലെയിംസിൻ്റെ എനർജി എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. പുതിയതായിട്ട് അവേക്കനിങ്ങിലേക്ക് വന്ന ട്വിൻ ഫ്ലെയിംസിൻ്റെ എനർജി ആദ്യം മനസ്സിലാക്കാം. ഇവർ ഒരു നോർമൽ ലൈഫിൽ നിന്നും ഈ ജേർണി, ട്വിൻ ഫ്ലെയിം ജേർണി അല്ലെങ്കിൽ ഈ സ്പിരിച്വൽ ജേർണിയെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ആദ്യം ഇവരുടെ ഉള്ളിലെ ഷാഡോ സൈഡ് സർഫേസിൽ വരുന്ന സമയവുമാണ്. അതായത് അവരുടെ ഉള്ളിലുള്ള ഫിയർ, ഇൻസെക്യൂരിറ്റീസ്, അറ്റാച്ച്മെൻറ്റ് ഇഷ്യൂസ്, അൺസർട്ടിനിറ്റി, ലോൺലിനെസ്, ഡിപ്രഷൻ, ആങ്സൈറ്റി ഇഷ്യൂസ് ഒക്കെയും ഇവരുടെ സർഫേസിൽ വരാം. ഭയങ്കരമായിട്ട് പേർജിങ് നടക്കുന്ന ഒരു സമയമാണത്. ഇതൊക്കെ കൊണ്ട് തന്നെയും ഹെവി ആയിട്ടുള്ള ഒരു എനർജി അവർ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം. ന്യൂലി അവേക്കനിങ് ആയിട്ടുള്ള DFs. ഗ്രൗണ്ടിങ് മെഡിറ്റേഷൻസ് ഇവർക്ക് വളരെ ഹെൽപ്ഫുള്ളാണ്. ഒരു 5 to 10 മിനിറ്റ്സിൻ്റെ ഗ്രൗണ്ടിങ് മെഡിറ്റേഷൻ ദിവസത്തിൽ തന്നെ പലപ്പോഴായിട്ട് ചെയ്യുക. സ്പിരിച്വൽ പ്രാക്ടീസുകൾ, അതായത് നമ്മൾ വിശ്വസിക്കുന്ന ആ ഒരു റിലീജിയൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള സ്പിരിച്വൽ പ്രാക്ടീസുകൾ ചെയ്യാവുന്നതാണ്. ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എക്സസൈസ് ഇവർക്കുള്ള ആ ഒരു ഹെവിനെസ്സിനെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഈ സമയത്ത് ഇവർക്ക് കാണാൻ പറ്റുന്ന ഏഞ്ചൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1111, 69, 144 ആണ്. അടുത്തതായിട്ട് 50% അല്ലെങ്കിൽ അതിന് മുകളിൽ ഹീലായിട്ടുള്ള ഫെമിനൈൻ എനർജി, അവരുടെ എനർജി നോക്കാം. അവർക്ക് അവരുടെ ലൈഫിൽ എന്താണ് പ്രയോറിറ്റി, അതായത് DMൻ്റെ പുറകെ ഒരു ചേസിങ് എനർജിയിൽ തന്നെ ഇരിക്കണോ, അതോ സ്വയം വർക്ക് ചെയ്ത് സെൽഫ് ഫോക്കസായി തൻ്റെ ഇതായിട്ടുള്ള ഒരു പർപ്പസിലേക്ക് എത്തണോ എന്നുള്ള ചോദ്യം അവർ സ്വയം ചോദിക്കാൻ തുടങ്ങുന്ന ഒരു സമയം, അല്ലെങ്കിൽ ആ ഒരു റിയലൈസേഷനിലേക്ക് വരുന്ന ഒരു സമയമാണ് ഈ പോർട്ടൽ. ഇവർക്ക് ചുറ്റുമുള്ള കാർമിക്സ് ഇവർ ട്രിഗർ ചെയ്ത് ഇവരുടെ ഉള്ളിൽ അൺഹീൽഡ് ആയിട്ടുള്ള കാര്യങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ കുറച്ച് ഹെവി ആയിട്ടുള്ള ഒരു സമയമായിരിക്കും ഇവർക്ക്. അതായത് പേർജിങ്ങും നടക്കുന്ന ഒരു സമയം. ഈ ഫെമിനൈൻ എനർജീസിന് ഏഞ്ചൽ നമ്പേഴ്സായ 96 കാണാൻ സാധിക്കും. 1111, 222, 2222, 3333, 666, 6666, 999, 9999. ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്നർ വർക്കിൻ്റെ പാറ്റേണെ തെറ്റിക്കാതെ ചെയ്യുക. നേച്ചറുമായിട്ട് അടുത്തൊരു റിലേഷൻ കീപ്പ് ചെയ്യാൻ, അതായത് കുറച്ചൊന്ന് പാർക്കിലോ അല്ലെങ്കിൽ നേച്ചറിലൊന്ന് നടക്കാൻ പോവുക. ഇതൊക്കെയും ഹീൽ ചെയ്യാനായിട്ട്, ആ ഹെവിനെസ്സിനെ കുറയ്ക്കാനായിട്ട് ഈ ഒരു ഫെമിനൈൻ എനർജിക്ക് ഹെൽപ്ഫുള്ളാകും. ഇവരുടെ കൗണ്ടർ പാർട്സ്, അതായത് 50% ആൻഡ് എബോ ഹീലായ ഫെമിനൈൻ എനർജിയുടെ കൗണ്ടർ പാർട്സ് വന്നിട്ട് അവരൊരു റണ്ണിങ് എനർജിയിലായിരിക്കുമെങ്കിലും ഈ ഫെമിനൈൻ എനർജിയുമായിട്ടൊരു കണക്ഷൻ എല്ലായ്പ്പോഴും ഫീലാകും. എങ്കിലും അവർ അവരുടെ 3D ലൈഫിലെ ഉത്തരവാദിത്തങ്ങളിൽ വളരെ ബിസി ആയിരിക്കും, അല്ലെങ്കിൽ ബിസി ആയിരിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കും. കളക്റ്റീവായിട്ട് ഈ ഫെമിനൈൻ എനർജീസിന് അവരുടെ കൗണ്ടർ പാർട്ടിൽ നിന്നും ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു കോൾ വരാനുള്ള സാധ്യത ഉണ്ട്. അടുത്തതായിട്ട് 80% ആൻഡ് എബോ ഹീൽഡ് ആയിട്ടുള്ള സോൾ പർപ്പസിലേക്ക് കടന്ന DFസിൻ്റെ എനർജി, അത് മനസ്സിലാക്കാം. ഇവർക്ക് പലതരത്തിലുള്ള പുതിയ ഓപ്പർച്യൂണിറ്റീസ് അവരുടെ പാത്തിലേക്ക് വരും. അവർ പുതിയതായിട്ട്
പാഷൻ, അവരുടേതായിട്ടുള്ള പാഷനിലേക്ക് അല്ലെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും ഹോബീസൊക്കെ സ്റ്റാർട്ട് ചെയ്യും. പലരും ട്രാവലിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സമയമാണ്. ഇവരെപ്പോഴും ഒരു കംപ്ലീഷൻ്റെ എനർജിയിൽ നിൽക്കാൻ 2-2 പോർട്ടൽ കഴിയുമ്പം അവർക്ക് സാധിക്കും. എപ്പോഴും ഒരു പീസിൻ്റെ എനർജിയിൽ ഇരിക്കാൻ സാധിക്കും ഇവർക്ക്. അതായത് മേ ബി ചാലഞ്ചസ് വരുമായിരിക്കും, അല്ലെങ്കിൽ തൻ്റെ ഒരു പീസിൻ്റെ എനർജിയെ, ആ ഒരു എനർജി ഫീൽഡിലേക്ക് ആരെയും ഒരു സിറ്റുവേഷനെയും ഇൻ്റർഫിയർ ചെയ്യാൻ ഇവർ അനുവദിക്കില്ല. ശരിക്കും പറഞ്ഞാൽ ഇവർ അവരുടെ എനർജീനെ എങ്ങനെ ബാലൻസ് ചെയ്യണം, ഒരു കംപ്ലീറ്റ്നെസ്സിൻ്റെ എനർജിയിൽ എപ്പോഴും എങ്ങനെ ഇരിക്കണമെന്ന് പഠിക്കുന്ന ഒരു സമയമാണ് ഈ 2-2 പോർട്ടൽ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങൾ. ഇവർക്ക് 111 ഏഞ്ചൽ നമ്പർ 1111 2222 3333 ഈ നമ്പേഴ്സ് കാണാൻ സാധിക്കും. ഇതല്ലാതെ ഏഞ്ചൽ നമ്പറുകളായ 1122 1133 1144 1155 1166 ഇങ്ങനെയുള്ള സീരീസ് കാണാൻ സാധ്യതയുണ്ട്. ഇതല്ലാതെ 96 നമ്പർ 396 696 969 963 ഈ ഏഞ്ചൽ നമ്പേഴ്സൊക്കെയും ഇവർക്ക് കാണാൻ പറ്റും. ഇവരുടെ കൗണ്ടർ പാർട്ട്, അതായത് 80% ആൻഡ് എബോ ഹീലായ ഫെമിനൈൻ എനർജിയുടെ കൗണ്ടർ പാർട്സ് അതുവരെ ഹീലിങ്ങിലായിരിക്കും അവർ, അല്ലെങ്കിൽ ഈ ജേർണിയെക്കുറിച്ചൊക്കെ കുറച്ചൊക്കെ മനസ്സിലാക്കി കണക്ഷനെ ആക്സെപ്റ്റ് ചെയ്യണോ വേണ്ടോ എന്നുള്ള കൺഫ്യൂഷൻ സ്റ്റേജിലായിരുന്നിരിക്കാം. എന്നാൽ 2-2 പോർട്ടൽ കഴിയുമ്പോഴത്തേക്ക് ഇവർ ഈ ജേർണീനെ ടോട്ടലായിട്ട് ആക്സെപ്റ്റ് ചെയ്യും. എന്ന് വെച്ചാൽ അവർ ഇതൊരു ട്വിൻ ഫ്ലെയിം ജേർണി ആണെന്നൊന്നും ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. എന്നാൽ ഇതൊരു കണക്ഷൻ ആണെന്ന് ഉള്ള ഒരു സത്യത്തെ അവർ ആക്സെപ്റ്റ് ചെയ്യും, ഫുള്ളി ആക്സെപ്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ അവർ അടുത്ത ലെവലിലേക്ക് അസെൻഡ് ആവുകയും ചെയ്യും. അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ തൻ്റെ DFന് വേണ്ടി സ്റ്റാൻഡ് എടുക്കാനും ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടും ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കാനുമായിട്ട് അവർ ആലോചിക്കും, അല്ലെങ്കിൽ അതിനെ ഈ ആലോചനകളെയൊക്കെയും ഒരു ആക്ഷനിലേക്ക് കൊണ്ടുവരാനായിട്ട് അവർ ശ്രമിക്കും. ഇവിടെയും കളക്റ്റീവായിട്ട് പറഞ്ഞാൽ ഒരു റീയൂണിയൻ നടക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ കോസ്മിക് എനർജീസിലുള്ള ഒരു ചേഞ്ച് വളരെയധികം ഉള്ളത് കൊണ്ടും ആ ഒരു വ്യതിയാനം കൊണ്ടും പല ഹാർമോണിയസ് റീയൂണിയനുകളും നടക്കാനുള്ള പോസിബിലിറ്റിയും 2-2 പോർട്ടൽ കഴിഞ്ഞിട്ട് തുടങ്ങുകയാണ്. ഇവിടെ എല്ലാ ട്വിൻ ഫ്ലെയിംസും എല്ലാ ഫെമിനൈൻ എനർജീസും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇന്നർ വർക്കിനെ തുടരുക എന്നുള്ളതാണ്. എന്തൊക്കെ ചാലഞ്ച് വന്നാലും ഡിവൈനിൽ അത്രയും വിശ്വാസത്തോടെയും ഈ ജേർണിയെ അത്രയും വിശ്വസിച്ചും മുമ്പോട്ട് പോകുക എന്നുള്ളതാണ്. മേ ബി പലപ്പോഴും 3D ലെവലിൽ ഒരു ചേഞ്ച്, അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം നമ്മൾക്ക് കാണാൻ സാധിക്കില്ലായിരിക്കും. പക്ഷെ അത് 5D ലെവലിൽ ഓൾറെഡി മാനിഫെസ്റ്റ് ആകുന്നു എന്ന ഒരു കാര്യം ഓർത്തുകൊണ്ട് തന്നെ തോട്ട് പ്രോസസ്സിനെ കുറിച്ച് എല്ലായ്പ്പോഴും അവെയറായി ഇരിക്കുക. അപ്പോൾ ഇത്രയുമാണ് നാളത്തെ പോർട്ടലിൻ്റെ ഡീറ്റെയിൽസ്. തന്നിരിക്കുന്ന കണ്ടൻറ്റ് ഹെൽപ്ഫുൾ ആണെങ്കിൽ ചാനലിനെ ഷെയർ ചെയ്യാം, ലൈക്ക് ചെയ്യാം ആൻഡ് സബ്സ്ക്രൈബും ചെയ്യാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. സ്റ്റേ ബ്ലെസ്ഡ്.